ചോദിച്ചു. അപ്പൊ ഞങ്ങൾ എന്നെ എന്ത് ബേസിസിലാണ് എടുത്തതെന്ന് ഞാൻ ചോദിച്ചത് പറഞ്ഞു നിങ്ങളുടെ ബയോഡാറ്റയിൽ 6 month പ്രാക്ടീസ് എന്നുള്ളൊരു ഇത് കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. അപ്പൊ അവരെന്നോട് ചോദിച്ചു എവിടെയാണ് പഠിച്ചത്. ഞാൻ കർമ്മയിലാണ് പഠിച്ചത്, അവിടെ എങ്ങനെയാണ്. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ, എൻ്റെ പേര് തൻസീല. ഞാനിവിടെ ഒരു 6 മാസം മുമ്പ് 7 മാസം മുമ്പ് ജോയിൻ ചെയ്യാൻ വന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ഡിസ്റ്റൻ്റ് ആയിട്ടാണ് എഡ്യൂക്കേഷൻ ചെയ്തത്, ബികോം. പക്ഷെ എനിക്കതിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ തന്നെയാണ് പഠിച്ചത് യൂട്യൂബ് നോക്കി. പക്ഷെ എനിക്ക് ഈ ക്രെഡിറ്റ് ഡെബിറ്റ് എല്ലാം മാറിപ്പോകും. പക്ഷെ ഇവിടെ വന്ന എൻ്റെ ഹസ്ബൻഡാണ് എന്നെ ഇവിടെ കൊണ്ടൊന്ന് ജോയിൻ ചെയ്യിപ്പിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഇനി ജോലിക്കൊന്നും പോണില്ല. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്ക് ആനും പ്രജിൻഷയാണ് പറഞ്ഞത് ഇവിടെ ബേസിക് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടാണ് നിങ്ങളെ ഇതിനകത്തോട്ട് കയറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് സന്ധ്യ മിസ്സാണ് ഞങ്ങൾ ബേസിക് എടുത്തത്. സന്ധ്യ മിസ് നന്നായിട്ട് തന്നെ ചെയ്തു. എനിക്ക് കുറേയേറെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് മനസ്സിലായത് ബേസിക്. അത് കഴിഞ്ഞിട്ടാണ് കമ്പ്യൂട്ടറിലോട്ട് കയറി. കമ്പ്യൂട്ടറിൽ A to Z ഒന്നും അറിയാൻ പാടില്ല, എല്ലാം മാറിപ്പോകുമായിരുന്നു. അങ്ങനെ സ്മിത മിസ്സാണ് എന്നെ അങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, എന്താ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തന്ന മിസ്സാണ്. ഞാൻ ആബ്സെൻ്റ് ആയാൽ പോലും പിറ്റേ ദിവസം വന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് സ്മിത മിസ്സാണ്. അത് കഴിഞ്ഞിട്ട് GSTയുടെ കാര്യങ്ങൾ അതും എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. ടാക്സ് ആണ് എടുത്തതെങ്കിലും എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി പാസ്സായി പോയതാ. അതിലെനിക്ക് സെയിൽസ് സാറാണ് കറക്റ്റായിട്ട് GST എന്താണെന്നൊക്കെ ക്ലിയർ ചെയ്ത് എനിക്ക് തന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്തു ഈ ആക്റ്റീവ് ഇന്നോവേറ്റീവ് സിസ്റ്റത്തിൽ. അവിടെ ചെന്ന് കുറേ പേരുണ്ടായിരുന്നു. എന്നെയാണ് സെലക്ട് ചെയ്തത്. തൃശ്ശൂരായിരുന്നു ട്രെയിനിങ് പറഞ്ഞത്. ട്രെയിനിങ് അവിടെ ചെന്നു. അപ്പോൾ ഒരു പ്രൊജക്ട് ബില്ലിങ്ങിൻ്റെ കാര്യത്തിനാണ് എന്നെ ട്രെയിനിങ് ആയിട്ട് അവിടെ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഈ എറണാകുളം ഇവിടെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ച് എന്തുകൊണ്ടാണ് അവരെ എടുക്കാണ്ടിരുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഞാനും അടുത്തിരിക്കുന്നു. അവർക്ക് ടാലി എന്താണ്, ടാലി ഓപ്പൺ ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ, വേറെ ബില്ലിങ്ങോ ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് എടുക്കാണ്ടിരുന്നതെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു അപ്പം ഞങ്ങൾ എന്നെ എന്ത് ബേസിസിലാണ് എടുത്തതെന്ന് ഞാൻ ചോദിച്ചത് പറഞ്ഞു നിങ്ങളുടെ ബയോഡാറ്റയിൽ 6 month പ്രാക്ടീസ് എന്നുള്ളൊരു ഇത് കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. അപ്പം ഞാൻ ആ ഇൻ്റർവ്യൂവിൽ ഇരുന്നപ്പോഴും അവരെന്നോട് ചോദിച്ചത് ഏത് ഇതിലാണ് പഠിച്ചത്, പ്രൈമിലാണോ, എങ്ങനെയാണ് പഠിച്ച സിസ്റ്റം ഏതാണ്, എല്ലാം ചോദിച്ചു. എങ്ങനെയാണ് ബില്ലിങ് ചെയ്തത്, എങ്ങനെ ചെയ്യണത്, എല്ലാ കാര്യം A to Z ചോദിച്ചിട്ടാണ് എന്നെ എടുത്തത്. ഇങ്ങനെ തിയറി ആയിട്ടല്ല അവർക്ക് വേണ്ടത്, അവർക്ക് പ്രാക്ടിക്കൽ. എങ്ങനെയെങ്കിലും തിയറി പഠിച്ച് വരാനല്ല, അവർക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് എന്നെ എടുത്തതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ അവരെന്നോട് ചോദിച്ചു എവിടെയാണ് പഠിച്ചത്. ഞാൻ കർമ്മയിലാണ് പഠിച്ചത്, അവിടെ എങ്ങനെയാണ്. അപ്പം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം പറഞ്ഞു. പിന്നെ എൻ്റെ കസിൻ ഇതേപോലെ ഡിഗ്രി കഴിഞ്ഞ് നമ്മുടെ ഡിഗ്രി കൊണ്ടൊന്നും ആവില്ല, കർമ്മയിലോട്ട് തന്നെ പോവാം. അപ്പം കറക്റ്റായിട്ട് ഡെബിറ്റും ക്രെഡിറ്റും എന്താണെന്ന് അവിടെ നിന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് എന്നെ പഠിപ്പിച്ച് പോകും.